എന്റെ പേര് അപ്പൂന്ന. എല്ലാ ആഴ്ച അവിടെ സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? ജാനു. ഇന്നെന്തെത്ര സന്തോഷം. പെൺകുട്ടികൾ അധികം ചിരിച്ചാലുണ്ടല്ലോ കരയേണ്ടി വരും. ഒരു ദിവസമെങ്കിലും കൂട്ടാവൽ. നീ ആ കത്തിയും എടുത്തു. ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ കാശ് മേടിക്കും സിനിമയ്ക്കാ. അല്ല ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ കാശ് മേടിക്കും സിനിമയ്ക്കാ. അല്ല ജാക്കറ്റ് എടുക്ക. ഇത് വരട്ടുവോ കറി വെക്കോ? അച്ഛന് വരട്ടിയതല്ലേ ഇഷ്ടം. ദാവത്തോണ്ട് വയ്ക്ക്. ഞാനൊരു 2 രൂപ എടുത്തിട്ട് അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കരി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റൊക്കെ പിന്നെ വാങ്ങിക്കാം. അത് അകത്തോണ്ട് വയ്ക്ക്. എനിക്ക് ഭാര്യയും ബന്ധമൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ളത് തരും. എത്ര നേരം ഇവിടെ പോയിട്ട്? അങ്ങോട്ട് കൊടു. ഇന്ന ഇത് വെച്ചു. എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാൻ എത്ര കാലം കഴിഞ്ഞതാ. ഒരേ പാത്രത്തും ചോറുണ്ട് എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛന് വാദത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാരാ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു, ഇത്തോടെ വന്നേ. അയ്യപ്പനിരിക്കെ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ലെന്നാ എന്റെ പേര്. എന്താ അച്ഛാ? കുറച്ച് കടുകാപ്പി കൊണ്ടുവാ. പഞ്ചാരയില്ല. കല്യാണം കാണുവോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു. നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കല്യാണവും ഇല്ലേടി? അവിടെ ഉള്ളൂ. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായേക്കും. അതൊരു നല്ല കാര്യ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോടോ മറ്റോ ഒന്ന് ചോദിച്ചാൽ. പുരയുടെ മിറ്റിട്ടാണെങ്കിലും ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി. തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഈ വേലു. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ എലി പുന്നല് കണ്ട് മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ. പാറവട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കുത്തിയെടുക്കണമെങ്കിലേ കൊക്ക് മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു, ഞാൻ സമ്മതിച്ചു. എന്നാ വാ. ഓ എന്താ ജാനു, ഇഷ്ടായില്ലേ? പിന്നെ അച്ഛനറിഞ്ഞാൽ
ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ജാനുവിന് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ജാനുവിന് വിശ്വാസമില്ലേ? ഞാൻ പോവാ. ഞാൻ കരയാനേ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എന്നാ തന്നെ ഞാൻ ചിരിപ്പിക്കും. ചേട്ടൻ ഇപ്പോഴല്ലേ കാണുന്നത്? ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളെന്നറിയാമോ? ഇപ്പൊ കളിക്കണ കളി നന്നോടാ. ഫസ്റ്റല്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതല്ലടാ, സിനിമാ കളി. ഓ അങ്ങനെ. നന്നോടാ, കണ്ടു നോക്കണം. ഓ ഇങ്ങനെ. നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ. വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിക്കില്ല, അല്ലേടാ അപ്പു? ജാനുവിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വയ്യ അറിയല്ലേ? കല്യാണ പെണ്ണെ കാണണമെങ്കിൽ വീട് അന്വേഷിച്ചു വരുമല്ലേ? ഇന്നെന്താ അത്ര സന്തോഷം? എന്താണ്ട് ചുണ്ടും കോളും ചോന്നിരിക്കണേ? ഇതെന്താ? ആ സൈനിബ, തയ്യക്കാരന്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തുന്നിച്ചു തരൂ. അത്രയ്ക്കായില്ലേ? ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ അപ്പുവിന്റെ കൂടെ സ്നേഹമാണെന്ന് ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. ഓ അത്രയുണ്ടോ? ഇനി വല്ലതും ഉണ്ടോ? പോട്ടെ. അല്ല, ഇതാര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി വാ. അന്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അന്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അന്റെ കല്യാണം ഉടനെ നടത്തണം.